ഹായ് സുഹൃത്തുക്കളെ, ഇന്നും നല്ലൊരു കുട്ടി സ്റ്റോറിയുമായാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നിട്ടുള്ളത്. കഴുകൻ്റെ പുനർജന്മം എന്ന സ്റ്റോറിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. കഴുകനും അതിൻ്റെ പുനർജന്മവും. പക്ഷികളിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന ഒന്നാണ് കഴുകൻ. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഏകദേശം 70 വർഷം വരെ അതിന് ആയുസ്സുണ്ട്. എന്നാൽ 40 വയസ്സാകുമ്പോഴേക്കും കഴുകൻ ഒരു വലിയ പ്രതിസന്ധി നേരിടുന്നു. അത് എന്താണെന്നല്ലേ? അതിൻ്റെ നഖങ്ങൾ വളഞ്ഞ് ഇര പിടിക്കാൻ സാധ്യമല്ലാത്ത രീതിയിലേക്ക് ആവുന്നു. അതിൻ്റെ നീളമേറിയ ചുണ്ടും വളഞ്ഞ് നെഞ്ചിലേക്ക് മുട്ടുന്നു. പഴയ കനത്ത ചിറകുകൾ കാരണം അതിന് പറക്കുവാനും സാധ്യമല്ല. ഇങ്ങനത്തെ ഒരു വലിയ പ്രതിസന്ധിയാണ് അതിന് തരണം ചെയ്യേണ്ടത്. ഈ ഘട്ടത്തിൽ കഴുകന് 2 വഴികളാണ് മുന്നിലുള്ളത്. ഒന്നുകിൽ മരണം തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ വേദന നിറഞ്ഞ ഒരു മാറ്റത്തിന് തയ്യാറാവുക. എന്നാൽ കഴുകൻ എപ്പോഴും 2ാമത്തെ വഴിയാണ് തിരഞ്ഞെടുക്കാറ്. അത് ഒരു മലമുകളിലെ പാറക്കെട്ടിലേക്ക് പറന്നു പോവുകയും അവിടെ കൂടുകെട്ടുകയും ചെയ്യും. എന്നിട്ട് ആദ്യം അത് തൻ്റെ വളഞ്ഞ ചുണ്ട് പാറയിൽ അടിച്ചു പൊട്ടിച്ചു കളയുകയും ചെയ്യും. പുതിയ ചുണ്ട് വളർന്നു വരുന്നത് വരെ വിശപ്പോടെ ആ കഴുകൻ കാത്തിരിക്കും. പുതിയ ചുണ്ട് വളർന്നു വന്നതിന് ശേഷം അതുപയോഗിച്ച് തൻ്റെ പഴയ നഖങ്ങളെ ഓരോന്നോരോന്നായി പിഴുതെടുത്ത് കളയും. പിന്നീട് പുതിയ നഖങ്ങൾ വന്നതിന് ശേഷമോ തൻ്റെ ഭാരമേറിയ തൂവലുകളെ ഓരോന്നോരോന്നായി പറിച്ചു കളയുകയും ചെയ്യും. 5 മാസത്തെ കഠിനമായ വേദനയ്ക്കും ക്ഷമയ്ക്കും ശേഷം കഴുകൻ തൻ്റെ പുതിയ ചുണ്ടും നഖങ്ങളും ചിറകുമായി വീണ്ടും ആകാശത്തേക്ക് ഉയർന്നു പറക്കും. അടുത്ത 30 വർഷം കൂടി അത് രാജകീയമായി ജീവിക്കുന്നു. ഇതാണ് ഇന്നത്തെ കഥ. ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? മാറ്റം ജീവിതത്തിന് അനിവാര്യമാണ്. ജീവിതത്തിലെ പഴയ ശീലങ്ങളെയും നമ്മുടെ ചിന്താഗതികളെയും നമ്മളെ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ലെങ്കിൽ അവയെയെല്ലാം നാം ഉപേക്ഷിക്കാൻ തയ്യാറാവണം. അങ്ങനെ ഉപേക്ഷിച്ചാൽ വേദന താൽക്കാലികം മാത്രമാണ്. അങ്ങനെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോയാൽ പുതിയൊരു ജീവിതത്തിന് തുടക്കമായി മാറുകയും ചെയ്യും. നല്ലൊരു പുതിയ ജീവിതത്തിനായി കുറച്ച് വേദന സഹിക്കുന്നത് നമ്മുടെ ഭാവിയിലെ നല്ലൊരു വിജയത്തിനാണ് എന്നുള്ളത് ആരും മറന്നു പോകരുത്. പ്രതീക്ഷ എത്ര തകർന്നു എന്ന് തോന്നിയാലും സ്വയം ഒന്ന് പുതുക്കാൻ തയ്യാറാണെങ്കിൽ ആർക്കും തിരിച്ചു വരാം. അതായത് നമ്മുടെ ജീവിതത്തിലെ വിജയത്തിനായി മുൻപോട്ട് പോകാൻ തടസ്സമാകുന്ന നമ്മുടെ കുറച്ച് ദുശീലങ്ങളോ ചിന്താഗതികളോ തടസ്സമാണെങ്കിൽ അതിനെയെല്ലാം എത്ര വേദനാകരമാണെങ്കിലും അത് വെറും ശാശ്വതമല്ല, കുറച്ചു കാലത്തേക്കുള്ള വേദനയാണെന്ന് കരുതി നമ്മൾ അതിനെ തരണം ചെയ്യാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ ഉറപ്പായും കഴുകനെപ്പോലെ ഒരു പുനർജന്മം ആർക്കും തകർക്കാൻ കഴിയില്ല എന്നുള്ളതിന് ഉദാഹരണമാണ് നമ്മുടെ ഈ കഴുകൻ്റെ കഥ. കഴുകൻ ആ വേദന സഹിക്കാൻ തയ്യാറായതുകൊണ്ടാണ് വീണ്ടും അതിന് ഒരു രാജകീയമായ ജീവിതത്തിന് തുടക്കം കുറിക്കുവാൻ സാധിച്ചത്. നമ്മളും തയ്യാറാവുക. ചിലരെയൊക്കെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണെങ്കിൽ അതൊക്കെ ഉപേക്ഷിക്കുക. അതിന് പകരമായി അതിനെവിടെ ബലമുള്ളത് പുതിയത് നമുക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. അല്ലാതെ ഇവനെ ഉപേക്ഷിച്ചുകൊണ്ട് എനിക്കൊരു ജീവിതം വേണ്ട, അല്ലെങ്കിൽ ഇവളെ ഉപേക്ഷിച്ചുകൊണ്ട് എനിക്കൊരു ജീവിതം വേണ്ട എന്ന് ചിന്തിക്കുന്നവർക്ക് ഇതൊരു ഗുണപാഠമാണ്. നമ്മുടെ ജീവിതത്തിൽ വേണ്ടാത്തവരെ നമ്മൾ ഒഴിവാക്കി മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ലൊരു വിജയം കെട്ടിപ്പടുക്കുവാൻ സാധ്യമാകും. അല്ലാതെ ഇവരെ എനിക്ക് നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല, എനിക്ക് ഈ സൗഹൃദം അല്ലെങ്കിൽ നല്ലൊരു ബന്ധം ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല എന്ന ചിന്താഗതിയോടെ ഞാൻ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ എന്നും ഒരു പരാജയത്തിന് കാരണമാകും. നമ്മളെ വിട്ടു പോയവരൊക്കെ പോയിക്കോട്ടെ എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യുക? മുമ്പോട്ട് പോവുക. അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് പുതിയ ഒരു വലിയ
വമ്പൻ വിജയത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നയിച്ചു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. ജീവിതം ഒന്നേ ഉള്ളൂ, അതാർക്കും അടിയറ വെച്ച് ജീവിതത്തെ ഇല്ലാതാക്കരുത്. കഴുകനെ പോലെ സ്വയം പ്രാപ്തിയായി ജീവിതത്തിലേക്ക് പറന്നുയരുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന സന്ദേശമാണ് ഈ കുട്ടി സ്റ്റോറിയിൽ നിങ്ങളോട് ഓരോരുത്തരോടായും എനിക്ക് പറയുവാനുള്ളത്. ഇനിയും നല്ല നല്ല കുട്ടി സ്റ്റോറിയുമായി നിങ്ങളുടെ മുന്നിൽ വരും. അതുവരെ നിങ്ങൾ ഓരോരുത്തരോടുമായി ഞാൻ വിട പറയുകയാണ്. പിന്നെ പ്രധാനമായി നിങ്ങൾ ഓരോരുത്തരോടായും പറയുവാനുള്ളത്, ഈ സ്റ്റോറി കേൾക്കുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. പരമാവധി പുതിയ സ്റ്റോറികൾ നിങ്ങൾക്ക് കേൾക്കുവാൻ വേണ്ടി സബ്സ്ക്രൈബും ചെയ്യുക. നന്ദി, നമസ്കാരം.